എല്ലാത്തിനും ചെലവ്. ഗൾഫിൽ നിന്ന് വന്നതിന് ചെലവ്, ഗൾഫിക്ക് പോണതിന് ചെലവ്, ബൈക്ക് എടുത്തതിന് ചെലവ്, കല്യാണം കഴിച്ചതിന് ചെലവ്, ഭാര്യ പ്രഗ്നന്റ് ആണതിന് ചെലവ്, 7-ാം മാസം കൂട്ടി കൊണ്ടുപോയതിന് ചെലവ്, 10-ാം പ്രസവിച്ചതിന് ചെലവ്, മുടിയാഴ്ചയിലെ ചെലവ്. എല്ലാവർക്കും കുറെ ചെങ്ങായിമാരുണ്ടാവും. ഓൾക്ക് അവൾക്ക് മന്ദടിക്കാനുള്ളൊരു വേദി. ഉള്ളോന് കുഴപ്പമില്ല, ഇല്ലാത്തോന് ബാധ്യതയായി മാറുമ്പം ഈ ചെലവൊന്നും എന്തല്ല, തമാശയല്ല. പക്ഷേ ഈ സൗഹൃദ വലയത്തിൽ നിന്നും പടച്ചോനെ ഞാൻ പുറത്തായി പോവോ, അല്ലെ ഞാൻ കൊടുക്കാതാവുമ്പോ ഞാൻ പിശുക്കനായി പോവോ എന്ന് കരുതി കൊടുക്കേണ്ടി വരുന്ന, കടം വാങ്ങി കൊടുക്കേണ്ടി വരുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു മനുഷ്യൻ അടവിലായിരിക്കും ഒരു ബൈക്ക് വാങ്ങി, അത് അടവിൽ ബൈക്ക് വാങ്ങി, ബൈക്ക് 1.5 ലക്ഷം റുപ്യ ഉണ്ടാവുക. അതിനർത്ഥം ആ ഫുൾ ക്യാഷ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് അതിനർത്ഥം. എന്നിട്ട് ഓന്റെ ബാക്ക് പോയിട്ട് എന്ത് ചെയ്യുക, 5000-10,000 റുപ്യന്റെ മന്തി വാങ്ങിപ്പിക്കുക. സൗഹൃദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് പരസ്പരം ചായ കുടിക്കലും ഭക്ഷണം വാങ്ങിക്കൊടുക്കലും. ടുഗദർനെസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മനുഷ്യന് ബാധ്യതയാവുന്ന രീതിയിൽ ചെലവ് വാങ്ങിക്കൊണ്ട് അതൊരു ത്രില്ലാക്കി മാറ്റുന്ന സൗഹൃദമല്ല.